അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 73-ന്റെ 28-ാം വാക്യത്തിൽ, എന്നാൽ ഞാൻ ദൈവത്തോടടുത്തിരിക്കുന്ന എനിക്കേറെ നന്ന്, എൻ്റെ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ ദൈവത്തെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ആസാഫിൻ്റെ അവസാനമായിട്ടുള്ള ഒരു തീരുമാനം, ചില വിഷയങ്ങളുടെ മേൽ താൻ പരതി നടന്നിട്ട് താൻ അവസാനമെടുക്കുന്ന ഒരു തീരുമാനമാണ് ദൈവത്തോടടുത്തിരിക്കുന്ന എനിക്കേറെ നന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ആസാഫ് കണ്ടത്? ആസാഫ് എന്ന് പറയുന്ന വ്യക്തി ദൈവീയ പാതയിൽ നടന്ന, കർത്താവിന് ഹിതകരമായ ജീവിതം നയിച്ച, ദൈവവചനം ധ്യാനിച്ചും ആലയത്തിൽ സദാ പ്രാർത്ഥിച്ചും ദൈവത്തോടടുത്തിരിക്കുകയും ചെയ്യുന്നൊരു ഭക്തൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത വേദന കടന്നു വരുന്നു. താൻ തൻ്റെ ഇടത്തും വലത്തും നോക്കുമ്പോൾ അനേകരെ കാണുന്നു. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർക്ക് വേദനയൊട്ടുമില്ല, അവരെല്ലായ്പ്പോഴും സന്തോഷമായി നടക്കുന്നു, അവരുടെ തലമുറകളൊക്കെ ഉന്നത പദവിയിൽ എത്തിച്ചേർന്നു, അവർക്ക് ഈ ലോകപരമായി എല്ലാ നന്മകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഞാനോ ഇടപെടാതെ ബാധിതനും ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനവധി രോഗങ്ങളും കഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും തലമുറകളെക്കുറിച്ചുള്ള വേദനകളും തുടങ്ങി അനവധി സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിന്മേൽ നിറഞ്ഞിരിക്കുമ്പോൾ ഞാൻ വല്ലാതെ വേദനിക്കപ്പെട്ടിട്ട് പറയുകയാ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഇടത്തും വലത്തുമുള്ള അനേക പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിപ്പാൻ ആസാഫ് തുനിഞ്ഞു. എന്താണിതിൻ്റെ അന്തം? എന്താണിതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, അവസാനമായി ഇതിൻ്റെ അന്തം എന്താകുമെന്ന് ചിന്തിപ്പാൻ തൻ ആലയത്തിലേക്ക് കടന്നു ദൈവത്തോടൊന്ന് അടുത്തിരുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ പാതയിൽ നടക്കുന്നു, അങ്ങയ്ക്കായി വേല ചെയ്യുന്നു, അങ്ങയുടെ നാമത്തിനു വേണ്ടി മുതൽ മുടക്കുന്നു, എൻ്റെ സമയം ദൈവത്തിനു വേണ്ടി ചിലവഴിക്കുന്നു. ഞാൻ എപ്പോഴും കർത്താവിനെ കുറിച്ച് പറയുന്നു. ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ എന്നാൽ ആവോളം ജീവിക്കുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയും കണ്ണുനീരും വേദനയും രോഗവും അനവധി വിഷയങ്ങളെക്കുറിച്ചുള്ള സമാധാനമില്ലായ്മയും വലുതാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം എനിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇന്ന് മുളച്ചു വരുന്നൊരു പുല്ല്, ഇന്നുണ്ടായി വരുന്നൊരു പൂവ് നാളെ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗിയെ കെട്ടുപോകുന്നത് പോലെ യഹോവയായ ദൈവം അവസാന നാളുകളിൽ ഇന്ന് ദൈവവഴി വിട്ട സമാധാനമെന്നും സന്തോഷമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങളുടെ രൂപങ്ങളെ തുച്ഛീകരിച്ചിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ അവർക്കൊരു സ്ഥാനവുമില്ല. എൻ്റെ പ്രിയരെ, ഭൂമിയിലെ നന്മകളും സമാധാനങ്ങളും വലിയ അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് നമ്മെ തന്നെ പലപ്പോഴും പുകഴ്ത്തുന്നവരായി തീരുന്നുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, ഇതൊക്കെയും നൈമിഷികമാണ്. ഇന്ന് കാണുന്ന പൂവിനെ നാളെ അതേ ഭംഗിയോടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതൊക്കെയും വാടി കരിഞ്ഞു പോകുന്നു, അതിൻ്റെ ഭംഗി ഇല്ലാതെ പോകുന്നു. എന്നാൽ യഹോവ ഭക്തനായ ഒരു വ്യക്തിക്കൊരു ദൃഢനിശ്ചയമുണ്ട്. യഹോവ എൻ്റെ ശരണമാണ്. അതേ, എൻ്റെ അവസാന നാളുകളായാലും മരണം എന്നെ ലോകത്തിൽ നിന്ന് വേർപെടുത്തിയാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖത്തെ കാണും, യഹോവയുടെ രൂപത്തെ കണ്ട ഞാൻ തൃപ്തനാകും. അങ്ങനെ വളരെ വേദനപ്പെട്ടിങ്ങനെ ആസാഫ് ആലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യഹോവയായ ദൈവം തനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ കൂടെ അതേ ആസാഫ് പറയുക, യഹോവ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നത്തേത് അവൻ്റെ ആലോചനയാൽ അവനെ നടത്തുന്നു. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് അവൻ എന്നെ കൈക്കൊള്ളും. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പിന്നത്തേതിൽ നിന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരുവൻ നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു. നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന ദുഃഖവും സങ്കടവും നെടുവീർപ്പും വേദനയും നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ നീ ഇടത്തും വലത്തും നോക്കരുത്. ശലോമോൻ, അതേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, പാപികളോട് അസൂയപ്പെടരുത്. ഇന്ന് കാണുന്ന അവരുടെ നന്മ കണ്ടിട്ട് നിന്റെ ഹൃദയത്തിൽ നീ വേദനിക്കരുത്. നീതിമാനൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, കർത്താവിൻ്റെ നാമത്തെ സ്നേഹിക്കുന്ന ഓരോ നിമിഷങ്ങളും, ആത്മീയമാകട്ടെ ഭൗമീയമാകട്ടെ,
ധനം കൊണ്ടാകട്ടെ, സമയം കൊണ്ടാകട്ടെ, വാക്കുകൾ കൊണ്ടാകട്ടെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആ ലാഭോളം ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പ്രയത്നം വൃഥാവല്ലെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരു വട്ടം കൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു സമയം, അതേ കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവകാലത്ത് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. അനേകർ തള്ളപ്പെടുമ്പോൾ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നിന്നെ കൈക്കൊള്ളുന്നവൻ നിന്നെ കൈകളിലേന്തി കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, അന്ന് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിൻ്റെ കിരീടം, അന്ന് ലഭിക്കാൻ പോകുന്ന പ്രത്യേകമായ നന്മകൾ, ഒരു മനുഷ്യർക്കും ലഭിക്കാത്ത പലതും ഇന്ന് ഭൂമിയിൽ നിന്നെ അനുഭവിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതെ, അവസാനമായി ആസാഫ് കണ്ടെത്തുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്കേറെ നന്ന്, അവൻ്റെ സകല അത്ഭുതങ്ങളെയും വർണ്ണിക്കുന്നത് എനിക്കേറെ നന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യാശ നഷ്ടപ്പെടുത്തരുതേ. നമുക്കൊരു നന്മയുണ്ട്, നമുക്കൊരു അന്തമുണ്ട്. നമ്മുടെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നമുക്കേറെ നന്മയായി വരാൻ പോവുകയാണ്. രാവിലെ സമയം എന്നെ വഴി കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ക്രിസ്തുവിൻ്റെ രക്ഷയിൽ കടന്നു വന്നിട്ട് ഇന്നും കഷ്ടവും രോഗവും അനുഭവിച്ചിട്ട് പലപ്പോഴും നിരാശയിലാകുന്നുവോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വല്ലാതെ തളർത്തു കളയുന്നുവോ, യേശു കർത്താവ് പറയുന്നു, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നീതിമാന്റെ വഴി മേലോട്ടാകുന്നു. യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട്. രാവിലെ ഈ ദൃഢനിശ്ചയത്തിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.